പ്രിയപ്പെട്ട എബ്രഹാം അച്ചായ, അച്ഛനെ അച്ഛനെ വിമർശിക്കുന്ന വിചാരിക്കല്. കാരണം അച്ഛൻ്റെ പേര് ബിബിൻ ആൻഡ്രൂസ് കുന്നുംപുറത്തു നിന്നാണ്. അത് അച്ഛൻ പറഞ്ഞതിൻ്റെ അകത്തൊരു തെറ്റിപ്പോയതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എങ്കിലും ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാം. ഏകദേശം 1.5 വർഷമായിട്ട് പുനലൂർ സെൻറ് മേരീസ് ക്നാനായ വെല്ലുവിളി വാളക്കോടിലെ വികാരിയായിട്ട്, അതായത് ഇവരൊക്കെ മുടക്കപ്പെട്ട മെത്രാൻ എന്ന് പറയപ്പെടുന്ന സേവ്യറിയോസ് തിരുമേനിയുടെ സസ്പെൻഡ് ചെയ്ത സമയത്ത് ഒരുപാട് ശമാശന്മാരുണ്ടായിട്ടും ധൈര്യപൂർവ്വം മുന്നോട്ട് വന്നിട്ട് ഞാൻ പട്ടം തിരുമേനിയിൽ നിന്ന് പട്ടം വെക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വന്ന ഒരു വൈദികനാണ് ബിബിൻ ആൻഡ്രൂസ് കുന്നുംപുറത്ത്. അദ്ദേഹം സേവ്യറിയോസ് തിരുമേനിയിൽ നിന്ന് വൈദികനായി എന്നൊറ്റ ഒരു കാരണത്താലാണ് ഇന്ന് ഈ സഹായ മെത്രാപോലീത്തന്മാര് എന്ന് തന്നെ പറയാം, സഹായ മെത്രാപോലീത്തന്മാരെല്ലാവരും ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഇദ്ദേഹം പട്ടമേൽക്കുന്നതിന് ഏകദേശം ഒരു ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തു. സേവ്യറിയോസ് തിരുമേനി പട്ടം കൊടുക്കാം എന്ന് എല്ലാം പറഞ്ഞ് എല്ലാം ഫിക്സ് ചെയ്ത്, ഡേറ്റ് ഫിക്സ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ സഹായ മെത്രാപോലീത്തന്മാർ പലരും വിളിച്ച് സേവ്യറിയോസ് തിരുമേനി മുടക്കപ്പെട്ടവനാണ്, സേവ്യറിയോസ് തിരുമേനിയിൽ നിന്ന് പട്ടമേൽക്കല്ല് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണികളും, ഞാൻ പട്ടം തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണികളും വെച്ച് തിരുമേനിയെ സസ്പെൻഡഡ് മെത്രാൻ എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിരുന്ന സമയത്ത് ധൈര്യപൂർവ്വം ഞാൻ പട്ടമേൽക്കുകയാണെങ്കിൽ എനിക്ക് ക്നാനായ സമുദായത്തിന്റെ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവ്യറിയോസ് വലിയ മെത്രാപ്പൊലീത്താനിൽ നിന്ന് പട്ടമേറ്റാൽ മതി, ഇല്ല എനിക്ക് പട്ടം വേണമെന്ന് തീർത്ത് പറഞ്ഞൊരു വ്യക്തിയാണ് ഇപ്പോൾ നീലംപെരൂർ പള്ളിയുടെ വികാരിയായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന ബിബിൻ ആൻഡ്രൂസ് കുന്നുംപുറത്ത് അച്ഛൻ. അതിന്റെ ചുരുക്കാണ് ഈ സഹായ മെത്രാപോലീത്തന്മാര് പലയിടത്തും കാണിക്കുന്നത്. പിന്നെ കോട്ടയം വെല്ലുവിളിയിൽ വെച്ച് അന്ന് അവിടുത്തെ അസിസ്റ്റന്റ് വികാരി ആയിരിക്കുന്ന, അതായത് അവിടുത്തെ വികാരി ബിബിൻ ബേബി തിരുനെല്ലി അച്ഛന് ഒരുപാട് അസൗകര്യങ്ങൾ, ഇടദിവസത്തെ കുർബാനകൾ പറ്റത്തില്ല, അച്ഛന് മറ്റു പരിപാടികളുള്ളതുകൊണ്ട് അച്ഛൻ സേവ്യറിയോസ് തിരുമേനിയോട് റിക്വസ്റ്റ് ചെയ്ത് സേവ്യറിയോസ് തിരുമേനി ആരെ വിടും എന്ന് ബുദ്ധിമുട്ടി ഇങ്ങനെ ആശങ്കപ്പെട്ടിരുന്നപ്പോഴത്തേക്കും ബിബിൻ ആൻഡ്രൂസ് അച്ഛൻ സ്വമേധയാ ഏറ്റെടുത്താണ് കോട്ടയം വെല്ലുവിളിയുടെ ചാർജ്. അങ്ങനെ ഒരു ഇടദിവസത്തെ കുർബാനയ്ക്ക് നമ്മുടെ ഒരു സഹായം എത്രാൻ വരികയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയും, വിശുദ്ധ കുർബാന അർപ്പിച്ച ശേഷം സഹവികാരി എന്ന നിലയിൽ വന്ന മെത്രാപ്പൊലീത്തായ്ക്ക് ഒരു നന്ദി പറയേണ്ടത് ആ വികാരി അല്ലെ സഹവികാരിയുടെ കർത്തവ്യമാണ് എന്നുള്ളത് കൊണ്ടും ബഹുമാനപ്പെട്ട ബിബിൻ ആൻഡ്രൂസ് അച്ഛൻ പറഞ്ഞു, ഇന്നിവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ച ക്നാനായ സമുദായത്തിന്റെ സഹ മെത്രാപ്പൊലീത്ത അല്ല സഹായ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ ഈവാനിയോസ് തിരുമേനിക്ക് നന്ദി അറിയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വിശുദ്ധ മദ്ബഹായിൽ നിന്ന് ആ ബലിപീഠത്തിനൊരു ബഹുമാനമില്ലാതെ നിനക്ക് പട്ടം തന്നത് മുടക്കപ്പെട്ട മെത്രാനാണ്, അത് നീ വെറും സിംഹാസനാണ് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് അത്രയും അവിടെ കൂടിയ വിശ്വാസികളുടെ മുന്നിൽ വെച്ച് അവഹേളിച്ച കുര്യാക്കോസ് മാർ ഈവാനിയോസ് സഹായ മെത്രാപ്പൊലീത്തയുടെ ഇടവക പള്ളിയുടെ വികാരിയായിട്ടാണ് ബഹുമാനപ്പെട്ട ബിബിൻ ആൻഡ്രൂസ് കശീശ ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ മുതൽ അവിടെ ക്നാനായ സമുദായത്തിന്റെ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവ്യറിയോസ് തിരുമേനിയുടെ കൽപ്പന പ്രകാരം ചാർജ് എടുത്തിരിക്കുന്നത്. വികാരി അല്ല, പ്രൈസ്റ്റ് ഇൻചാർജ്. കാരണം ആ പള്ളിയിലെ വികാരി കുര്യാക്കോസ് മാർ സേവ്യറിയോസ് വലിയ മെത്രാപ്പൊലീത്ത തന്നെയാണ്. അപ്പം അവിടെ വെച്ച് അദ്ദേഹത്തെ കോട്ടയം വെല്ലുവിളിയിൽ വെച്ച് അദ്ദേഹത്തെ സഹായ മെത്രാൻ വിളിച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. മേഖല അസോസിയേഷൻ പിരിച്ചുവിട്ടതാണ്. ഇപ്പോഴും ഇവരെല്ലാവരും വെറും സഹായ മെത്രാപ്പൊലീത്തന്മാരാണ്. എന്നിട്ടും അത് ഒരു പൊതുവേദിയിൽ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. അങ്ങനെയുള്ള ഒരു സഹായകനെ ക്നാനായ സമുദായത്തിന് ഇനിയും വേണ്ട. ക്നാനായ സമുദായത്തിന്റെ വലിയ മെത്രാപ്പൊലീത്തയും ആർച്ച് ബിഷപ്പും പാത്രികീസും ആരാണെന്ന് ജനുവരി 18 ക്നാനായ ജനങ്ങൾ കണ്ടതാണ്. പിന്നെ ഇതിന്റെ എല്ലാം ചുരുക്കാണ് ഈ ബിബിൻ ആൻഡ്രൂസ് കുന്നുംപുറം എന്ന് പറയുന്ന വൈദികനോട് ഇവർ തീർക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ സങ്കടവും
സങ്കടവും എന്ന് പറയാൻ പറ്റത്തില്ല. ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സഹായമെത്രാൻ നീലമ്പൂരി പള്ളി കയറണേ നീലമ്പൂരി പള്ളിയുടെ വികാരി ക്രൈസ്റ്റ് ഇൻചാർജിന്റെ അനുവാദം വേണം. പിന്നെ അവിടെ ക്നാനായ സമുദായത്തിൽ നിന്ന് വിട്ടുപോയെന്ന് പറയാൻ പറ്റില്ല. ക്നാനായ സമുദായത്തിൽ നിന്ന് സേവ്യറോസിന് വേണ്ടി കൽപ്പന കൊടുത്തിട്ട് അത് അംഗീകരിക്കാൻ പറ്റാതെ അമേരിക്കയിൽ എവിടേക്ക് പോയ ഒരു വ്യക്തിയുണ്ട്, ഒരു വൈദികനുണ്ട്. ആ വൈദികൻ അവിടെ വന്ന് ഞാൻ തിരക്കി ഒരു ഇത് വെച്ചിട്ട് അറിയുന്നത് ഒന്ന് ഒരു വലിയ വിശ്വാസമില്ല, തലയ്ക്ക് പിടിക്കാനോ അല്ലാതെ എന്തെങ്കിലും ചൊല്ലാനോ ഒന്നും പുള്ളി നിൽക്കത്തില്ല. പുള്ളി ലാസ്റ്റ് ആക്ച്വലി അവിടെ ഏത് വികാരി അവിടെ കുർബാന ഉണ്ടെന്നോ അവിടുന്ന് വികാരി ആശീർവദിച്ച് കഴിയുമ്പോഴത്തേക്കും മറ വലിച്ചു കഴിയുമ്പോഴേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് മാത്രം ചൊല്ലും. എന്നാൽ ആ വൈദികനെ സഹായിക്കാനോ ഒന്നും നിൽക്കാത്ത ഒരു വ്യക്തി ഒരു വൈദികൻ അവിടെ ഉണ്ട്. ആ വൈദികനും വിളിക്കുന്നതും നമ്മുടെ ഈ സഹായ മെത്രാപ്പൊലീത്തന്മാര് വിളിക്കുന്നതും സഹായ മെത്രാപ്പൊലീത്തന്മാരുടെ ശിങ്കടികളായ പുനലൂർ പള്ളിയിൽ വന്നിട്ട് പോലും അവിടുത്തെ വികാരി അച്ഛനായ ബീവനാൻഡ്രോസ് അച്ഛന് കയ്യസ്തൂര് കൊടുക്കാൻ മടിച്ച പല വൈദികർ, അതായത് നമ്മുടെ ഈ സോറോസിന്റെ കൽപ്പന അംഗീകരിച്ച് പള്ളിയിൽ പോകാൻ വിസമ്മതിച്ച് നിൽക്കുന്ന പല വൈദികരും, ആ വൈദികര് വരെ ഇപ്പോഴ് ക്നാനായ സമുദായത്തിന്റെ ഏറ്റവും വലിയ തലപ്പള്ളിയായ കോട്ടയം വെല്ലുവിളി കഴിഞ്ഞിട്ടുള്ള ഒരു പള്ളി, ആ പള്ളിയിൽ അതായത് നീലമ്പൂരി സെന്റ് ജോസ് ക്നാനായ വെള്ളിയിൽ വന്നിട്ട് വരണം എന്നുണ്ടെങ്കിൽ അവര് ബിബിനാൻഡ്രോസ് കുന്നുംപുറം കശിശായുടെ അനുവാദം മേടിക്കണം. ഇതിലും വലിയ എന്തോ എന്ന് നിങ്ങൾക്ക് വരാനിരുന്നതാണ്. അത് ഇതുകൊണ്ട് തീർന്നു പോയി നിങ്ങൾ വിചാരിക്കുക. പിന്നെ നിങ്ങൾ നിരപ്പായിട്ടേ കാര്യമുള്ളൂ. അല്ല നിങ്ങൾ വലിയ കുപ്പായം ഇട്ടിട്ടും കയ്യിലൊരു സ്ലീവ പിടിച്ചിട്ടും തലേ വലിയ തൊപ്പി വെച്ചിട്ടും നിങ്ങൾ ബെൻസ് കാറിലും ഓടി കാറിലും വന്നിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ നിരപ്പായില്ലെങ്കിൽ നിങ്ങളെ ജനങ്ങൾ അംഗീകരിക്കുകയില്ല. പിന്നെ നിങ്ങൾ നിരപ്പായില്ലേലും ഞങ്ങൾ ക്നാനായക്കാരായിട്ട് തന്നെ ജീവിക്കും. പിന്നെ നിങ്ങൾ വലിയ ബെൻസുകാരെ വന്നുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ 10 പൈസ ഉണ്ടെന്ന് അംഗീകരിക്കുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ഉണ്ടായിരിക്കും. പക്ഷെ ക്നാനായക്കാരും അംഗീകരിക്കില്ല, യഥാർത്ഥ ക്നാനായക്കാരും അംഗീകരിക്കുകയില്ല. പിന്നെ അംഗീകരിക്കുന്നവരുണ്ടായിരിക്കും. പിന്നെ ക്നാനായക്കാർക്ക് ബെൻസോ ഓഡിയോ BMW ഒന്നും വേണ്ട. നിങ്ങൾ സൈക്കിൾ ചവിട്ടി വന്നാലും ഞങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ കറുത്ത കുപ്പായം വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഒരു മനുഷ്യനായിരിക്കണം, ഒരു വൈദികനായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന വിശുദ്ധ കുർബാന ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ ആരും അംഗീകരിക്കും. അല്ല നിങ്ങളുടെ പുറമ്പോട് കണ്ടിട്ടുള്ളതല്ല ഞങ്ങൾ ആരും നിങ്ങളെ അംഗീകരിച്ചത്. ഓക്കെ, താങ്ക് യു.